നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു അല്ലേ? ഇവിടെല്ലാം നമ്മൾ നോക്കുമ്പം ഇവിടെ ബേസ് എല്ലായിടത്തും ഉണ്ട്. എന്താണ് ഈ ബേസ്? അതുപോലെ ഈ ഒരു നൊട്ടേഷൻ എന്താണെന്ന് നമുക്കിനി നോക്കാം. അപ്പം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസ് ബാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ബേസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടൊരു കാര്യം അത് ഫൈബർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും കോപ്പർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നെറ്റ്വർക്ക് കേബിളിനെയാണ് നമ്മൾ കോപ്പർ എന്ന് പറയുന്നതും. കാരണം അതിനകത്ത് കോപ്പർ ആണ് ആ വയർ. അതുകൊണ്ടാണ് കോപ്പർ എന്ന് പറയുന്നത്. കോപ്പർ കേബിൾ എന്ന് പറയുന്നത്. ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫൈബർ കേബിൾ. അപ്പോൾ അതിനകത്ത് ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരേ സമയം ഒരു സിഗ്നൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരേ സമയം ഒരു സിഗ്നലാണ് അതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈയൊരു ഈയൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ബേസ് ബാൻഡ് എന്നാണ്. അതുപോലെ ബ്രോഡ്ബാൻഡ് ഉണ്ട്. മൾട്ടിപ്പിൾ സിഗ്നൽ, മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ്. അതേസമയം ബേസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരേ ഫ്രീക്വൻസിയിൽ ഒറ്റ സിഗ്നലായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക ഒരു സമയം. അതാണ് ബേസ് ബാൻഡ് എന്ന് പറയുന്നത്.